നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. മഴയൊക്കെ ഉണ്ടല്ലേ. പട്ടാമ്പി ഇല്ലത്ത് പോയപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരു സംഗതിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചേന ഇല കൊണ്ടുള്ള ഒരു തോരനാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ പലരും ചിലപ്പോൾ നാട്ടിലുള്ളവർ മിക്കവാറും എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഭാഗത്ത്, ഇപ്പോൾ ആലുവ ഭാഗത്തൊന്നും എൻ്റെ ഇല്ലത്തൊന്നും ഞാൻ ചേന ഇല കൊണ്ട് ഉള്ള തോരൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനത് കഴിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആദ്യം തുടങ്ങിയുള്ള ചേന ഇല പറിക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സ് തുടങ്ങി അത് ഉണ്ടാക്കിയ എൻഡ് റിസൾട്ട് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേനയുടെ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം വലിപ്പം വെച്ചിട്ടുള്ള ഒരു ചേനയുടെ ഇതാണ്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, നല്ലോണം മൂത്തതാണ്, നല്ല ഗ്രീൻ കളറാണ്, കടുത്ത ഗ്രീൻ കളർ. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വെച്ചും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ടത് ഈ ഇളം ഇലകളുണ്ടല്ലോ, അതാണ് വേണ്ടത്. ടെൻഡർ ആയിട്ടുള്ള ലീവ്സ്, അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ തന്നെയാണ് ഇത് വന്നിട്ട് പറമ്പിൽ നിന്ന് നമുക്ക് നോക്കി അതുപോലുള്ള ഇളം ഇലകൾ പറിക്കുന്നത്. അപ്പോൾ ഈ ചേനയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നടാതെ തന്നെ വളരുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പട്ടാമ്പി ഇല്ലത്ത് പറമ്പിൽ ഇഷ്ടംപോലെ ചേനയുടെ ചെടികളുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളം ഇലകൾ നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ, കഴുകിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ തണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ, നല്ല വണ്ണമുള്ള തണ്ട്, അത് അങ്ങ് മുറിച്ച് മാറ്റണം. കാരണം അത് കുറച്ച് വേവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ ആ വലിയ തണ്ടുകൾ, വണ്ണമുള്ള തണ്ടുകൾ മാത്രം റിമൂവ് ചെയ്യുക. ചെറിയ ചെറിയ തിന്നായിട്ടുള്ള അത്ര വണ്ണമില്ലാത്ത തണ്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് നുറുക്കാനും പിന്നെ അതുമല്ല വേവാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അത് മാറ്റി കളയുന്നത്. എന്നിട്ട് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് എനിക്ക് കോമൻറ്റ് ബോക്സിൽ ചെറുതായിട്ട് എഴുതിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ അതും ട്രൈ ചെയ്യുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ. ഇതുപോലെ നിങ്ങളുടെ ആ വീട് ഉള്ള ഏരിയയിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇലകൾ വെച്ചിട്ട്, സാധാരണ അധികം ആരും ഉപയോഗിക്കാത്ത ഇലകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ ഇലകളാണെന്നും കൂടെ ഒന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് അതും ഞാൻ ട്രൈ ചെയ്യാം. കാരണം ഇലക്കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നമ്മൾ അങ്ങനെ സാധാരണ ഉപയോഗിക്കാത്ത ഇലകൾ വെച്ചിട്ടുള്ള ഈ തോരനും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങളുടെ ഭാഗത്ത് ഏതൊക്കെ പച്ചക്കറി ഇലകളോ എന്തൊക്കെ ഇലകൾ വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കാറ് എന്നുള്ളത്. അപ്പോൾ നമ്മളത് നുറുക്കിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സാധാരണ കടുക് പൊട്ടിച്ച് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ, ഇത് കുറച്ച് ഇളകുന്നുണ്ട് ഈ മൊബൈൽ കൈ പിടിച്ചിട്ടായതുകൊണ്ടേ, അതുകൊണ്ടാണ് ഇളക്കം നിങ്ങൾ ഒന്ന് ഇഗ്നോർ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയോ ഉള്ളിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് അവിടെ പട്ടാമ്പി ഇല്ലത്ത് ഉണ്ടാക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് നാളികേരം ഇതിലേക്ക് ചേർക്കാനുള്ള, തോരൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാളികേരം വേണമല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചതച്ച നാളികേരം ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നാളികേരം ചേർക്കുകയാണ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ഈ ഒരു തോരൻ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാം. അതുമല്ല വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിനും വളരെ നല്ലതാണ്.
അപ്പോൾ നിങ്ങൾ വണ്ണമൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇലക്കറികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചോറ് കുറച്ചെടുക്കുക, എന്നിട്ട് തോരൻ കൂടുതലെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ബാക്കിയുള്ള വീഡിയോസും കാണുക. പ്രത്യേകിച്ച് നമ്മുടെ 5 മിനിറ്റ് കൊണ്ടുള്ള ചപ്പാത്തി കറി പ്ലേലിസ്റ്റ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് റെസിപ്പീസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കറി റെസിപ്പീസ് അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഇങ്ങനെ കാണുന്നുണ്ട് വീഡിയോസ്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ചാനൽ. അപ്പോൾ അത് മറക്കാണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.